രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുകയാണ് നടി ശോഭനയെ. പത്മഭൂഷൺ ശോഭനയ്ക്ക് കിട്ടിയതറിഞ്ഞ് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്നും കിട്ടിയ സ്വീകരണത്തിന്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന. അഭിനയമാണോ, സൗന്ദര്യമാണോ, അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ഈ നടിയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ച നടി ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരവും കിട്ടിയതിലൂടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി തിളങ്ങി നിന്നിരുന്ന നടി ഇന്ന് നർത്തകി എന്ന നിലയിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. 54 വയസ്സായിട്ടും നടി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ആകർഷണം ഇനിയും തോന്നിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തി നടി. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ഇവർ പ്രവർത്തിച്ചത്. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും കിട്ടി. വിവാഹം പോലും കഴിക്കാത്ത ശോഭന സിനിമയിൽ നിന്ന് മാറി നിന്നത് എന്തിനാണെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു. വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് നടിയെ എത്തിച്ചതെന്ന് പറയുന്നതിനൊപ്പം മറ്റു പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് തെലുങ്കിലെ ഒരു സൂപ്പർ താരമാണ് ശോഭനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ്. ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇമാൻഡി രാമറാവു പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. സൂപ്പർ നായികയായി ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് സിനിമ ഉപേക്ഷിച്ചത്. ചില നായക നടന്മാരുമായി അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചിലർ നടിയെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു. നായകന്മാർ പലതരത്തിലും നടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഇതോടെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ നടി സിനിമകൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. തെലുങ്കിലെ നടൻ രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന വഴക്കുകൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇനി അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കില്ലെന്ന് തീരുമാനിച്ചു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സിനിമയിലേക്കില്ല എന്ന തീരുമാനത്തിലേക്കും അവരെത്തി. ആ സെൻസേഷണൽ തീരുമാനം മാറ്റുന്നതിന് വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാമറാവു പറഞ്ഞത്. അന്ന് രാജേന്ദ്ര പ്രസാദിന്റെ പ്രവൃത്തികളിൽ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു. അതുകൊണ്ട് സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു. സിനിമ പോലും മോശമാണെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്നാണ് ശോഭന പറഞ്ഞിട്ടുള്ളത്. അഭിനയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷം നൃത്തമെന്ന ലോകത്തേക്ക് നടി ചുരുങ്ങുകയായിരുന്നു. ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പ്രോഗ്രാമുകളുമായി ശോഭന സജീവമായിരുന്നു. ലോകമെമ്പാടും നൃത്ത പരിപാടികൾ നടത്തി വരികയാണ് ശോഭന ഇപ്പോൾ. അതേസമയം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2020 വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിലൂടെ ശോഭന സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു.